was so happy to see him. Very happy. He said, for 20 years, finally you come. But he said, I think I have to go back. He said, why? We are so happy. I said, you have broken our commitment. What commitment? I have been loyal and faithful to you. And he said, last night, I saw a man with you. And the wife said, that man was your son. For 20 years, you were not here. And when you left, I was pregnant. And so here is your son. And they were all happy together that they sat down to take a meal. And when they broke the bread, which he brought. He saw inside the bread his salary 3 times of what he earned. So these are lessons that you can learn, and with this story, you can draw out many, many lessons which you will have to apply in your life. Thank you. When we stay in a building, we are always grateful to God that we are safe. But today, amidst us, there's the Kuwait police officers who are here. So I would really like all of your audience to look at those 4 handsome men here who have come here based on our invitation. Thank you so much. Thank you so much. Thank you, Mr. Biju Papachan. Thank you. God bless. നമുക്ക് വേണ്ട എല്ലാ സഹായങ്ങളും നൽകി നമ്മെ നയിച്ചുകൊണ്ടിരിക്കുന്ന റവറൻഡ് ഫാദർ മാത്യു കുന്നേൽപുരയിടം നമുക്കായി ആശംസ അർപ്പിക്കാനായി ഇവിടെ എത്തിയിട്ടുണ്ട്. അച്ഛനെ സാദരം ക്ഷണിക്കുന്നു. Your Grace, His Excellency Bishop Joseph, President and other office bearers of SMCA, eminent personalities of this association, and my dear people, with apologies to His Grace, may I turn to our native tongue, Malayalam, so that I can be more at home with you and you with me. I don't want to prolong a long speech at this moment. Still, I want to insist on one great historical reality which is connected to this association, SMCA. 2001 ഞാൻ കുവൈറ്റിൽ വന്നു. ഒരു സമൂഹത്തിനു വേണ്ടി മാത്രമല്ല ഞാൻ അയക്കപ്പെട്ടത്. ഇവിടെയുള്ള എല്ലാ വിഭാഗത്തിലും പെട്ട വിശ്വാസികൾക്ക് ആധ്യാത്മിക ശുശ്രൂഷ ചെയ്യുന്നതിനാണ് ഞാൻ അയക്കപ്പെട്ടത്. വന്ന ആ കാലഘട്ടം മുതൽ ഇങ്ങോട്ട് പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞു കിടക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് സീറോ മലബാർ കൾച്ചറൽ അസോസിയേഷനേക്കാൾ മുമ്പ് ഇവിടുത്തെ സീറോ മലബാർ കമ്മ്യൂണിറ്റി ഈ 2 യാഥാർത്ഥ്യങ്ങളോട് ചേർന്ന് പോകാനുള്ള അവസരം നീണ്ട ഈ വർഷങ്ങളിൽ എനിക്ക് ലഭിച്ചു. അത് ചരിത്രത്തിൻ്റെ ഭാഗമാക്കി നമുക്ക് മാറ്റി നിർത്താം. പക്ഷേ എന്നെ സ്പർശിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ വിശ്വാസത്തിൻ്റെ മർമ്മമായ വിശ്വാസ പരിശീലനത്തിൽ ഈ അസോസിയേഷൻ വഹിച്ചിട്ടുള്ള പങ്ക് സ്വാഗത പ്രാസംഗികൻ സൂചിപ്പിച്ചതുപോലെ ബൃഹത്തായ ഒരു യാഥാർത്ഥ്യമാണ്. കാരണം മറ്റെല്ലാ കാര്യങ്ങൾക്കും നമുക്ക് പോകാൻ വഴിയുണ്ട്. കുർബാനയ്ക്ക് പോകാൻ നമുക്ക് സൗകര്യങ്ങളുണ്ട്, കുട്ടികളെ പഠിപ്പിക്കാൻ നമുക്ക് സാധിക്കും. പക്ഷേ നമ്മൾ ഏറ്റവും പാവനമായി കരുതുന്ന പൈതൃകം അത് നമ്മളുടെ വിശ്വാസ പൈതൃകമാണ്. അതിനാവശ്യമായ പരിശീലനം ഏതാണ്ട് 10-15 വർഷമായിട്ട്
നമ്മളൊക്കെ ദാഹിച്ചിരുന്ന ഒരു കാര്യമാണ്. ആരാണിതിന് ഏറ്റവും വലിയ പങ്ക് വഹിച്ചത് എന്നുള്ള ഒരു വിധിന്യായത്തിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷേ ആരുടെയൊക്കെയോ സഹായം കൊണ്ട്, പ്രത്യേകിച്ചും എൻ്റെ മനസ്സിൽ ഇപ്പോൾ ഉള്ളത് സീറോ മലബാർ സമൂഹത്തിലെ അംഗങ്ങളുടെ നിർലോഭമായ സഹകരണം കൊണ്ട് 4 ഇടവകളിലും വിശ്വാസ പരിശീലനം അതിൻ്റെ ഏറ്റവും ഭംഗിയായ രീതിയിൽ നടത്തുവാൻ സാധിച്ചിട്ടുണ്ട്. അഭിവന്ദ്യ പിതാവിൻ്റെ താല്പര്യപ്രകാരം അപ്പസ്തോലിക് വികാരിയായിട്ട് ഇതിൻ്റെ ഔദ്യോഗികമായ ചുമതല ഏറ്റെടുത്തു. ഇതിൻ്റെ നിർവഹണത്തിനായിട്ട് ഇവിടെയുള്ള വൈദികരെ അവിടുന്ന് പ്രത്യേകം നിയോഗിച്ചു. പക്ഷേ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത് വീണ് കിട്ടുന്നതല്ല. ഏത് കാര്യത്തിലാണെങ്കിലും ഇൻഫ്രാസ്ട്രക്ചർ അതിനൊരു അടിസ്ഥാനം വേണം. ഞാനിപ്പോൾ 12 ക്ലാസ് വേദപാഠ ക്ലാസ്സുകൾ തുടങ്ങിയാലും എങ്ങനെയാണ് ഞാനത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നതിനെപ്പറ്റി ഒരു അഭിപ്രായവും അതിനെപ്പറ്റി എനിക്കൊരു ഊഹവും ഉണ്ടാവണം. അപ്പോൾ സഭയ്ക്ക് ഔപചാരികമായിട്ട് ഏൽപ്പിക്കപ്പെട്ടപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി വിശ്വാസ പരിശീലനത്തിൻ്റെ ആരംഭ ഘട്ടങ്ങൾ സുത്യർഹമായി നിർവഹിച്ചുകൊണ്ടിരുന്ന SMCയെ വളരെ സന്തോഷത്തോടു കൂടി ഇതിൻ്റെ ഔദ്യോഗികമായ ചുമതല ഇവിടുത്തെ സഭയെ ഏൽപ്പിച്ചു. അങ്ങനെ സീറോ മലബാർ വൈദികരുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഈ വൈദിക പരിശീലനം, ഈ വിശ്വാസ പരിശീലനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പം അതിലെനിക്ക് പറയാനുള്ളത് ഒരേ ഒരു കാര്യമേ ഉള്ളൂ. നമ്മൾ ആരാണ് വലുത്, ആരാരംഭിച്ചു, ആരവസാനിപ്പിച്ചു എന്നുള്ളതല്ല. ഇതിലെ നിർലോഭമായിട്ട് സഹകരിക്കുന്ന SMCA മെമ്പേഴ്സുണ്ട്. ഭൂരിഭാഗവും പഴയ SMCA വേദപാഠത്തിൻ്റെ തുടർച്ചയായിട്ട് തന്നെയാണ് നമ്മൾ ക്ലാസ്സുകൾ നടത്തി വരുന്നത്. അധ്യാപകർ മിക്കവാറും അവർ തന്നെയാണ്. മറ്റ് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള വിശ്വാസികളും അവർ തന്നെയാണ്. അപ്പോൾ പ്രായോഗികമായിട്ട് ഇപ്പോഴും SMCAയുടെ കൈകളിലാണ് ഈ വലിയ പ്രസ്ഥാനം മുന്നോട്ട് പോകുന്നത്. എനിക്ക് ആ കാര്യത്തിൽ നിങ്ങളെ ഏറ്റവും കൂടുതൽ അഭിനന്ദിക്കേണ്ടതായിട്ടുണ്ട്. സഭ, കുവൈറ്റിലെ സഭ അഭിമാനത്തോടു കൂടി നിങ്ങളുടെ ഈ സംഭാവന എന്നും സ്മരിക്കും എന്നതിൽ സംശയമില്ല. അപ്പം അതുകൊണ്ട് ഈ വലിയ പ്രസ്ഥാനം മറ്റെല്ലാ മേഖലകളിലും വളർന്നുകൊണ്ടിരിക്കുകയാണ്. വളർച്ച എപ്പോഴും നമുക്ക് പുതിയ പുതിയ ഉത്തേജനങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ പുഷിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കിട്ടിയ ആത്മീയ സമ്പത്ത് നമ്മുടെ വരും തലമുറയ്ക്കും കൂടി ഉണ്ടാവണം, കൊടുക്കണം എന്ന ആ വലിയ ദാഹം നമ്മുടെയൊക്കെ ഉള്ളിലുണ്ട്. എല്ലാ കാര്യങ്ങളിലും നമ്മൾ പാശ്ചാത്യരെ അനുകരിക്കുന്നു. നമ്മുടെ കുട്ടികൾ എല്ലാ കാര്യങ്ങളിലും അവർക്ക് നമ്മുടേതായ നാടൻ രീതികൾ പോരാ. ഇങ്ങനെ ഒരുപാട് പരിമിതികൾ ഉള്ളപ്പോഴും നമുക്കൊട്ടും വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം, വിശ്വാസം അവർ നമ്മളെപ്പോലെ പരിശീലിക്കപ്പെടണം, നമ്മളെപ്പോലെ ജീവിക്കണം എന്നുള്ളതാണ്. അത് ആ കാര്യത്തിൽ നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ ദൈവാനുഗ്രഹമായിട്ട് കരുതുന്നു. അതിൽ നിങ്ങൾ വഹിച്ച പങ്ക് ഞാൻ ഈ അവസരത്തിൽ നന്ദിയോടെ ഓർക്കുകയും പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. ഇനിയും ഇതുപോലുള്ള സഹകരണങ്ങൾ, ഇതുപോലുള്ള സഭയോട് ചേർന്നുള്ള, സഭാ കൂട്ടായ്മയോട് ചേർന്നുള്ള പ്രവർത്തനങ്ങൾ അത് ഞങ്ങളാണ് ചെയ്യും എന്നുള്ളതല്ല. സഭ എന്ന് പറയുന്നത് ഒരു കൂട്ടായ്മയാണ്. അതിൻ്റേതായ ഘടനകളുണ്ടാവും. ചില സമയത്ത് നമ്മൾ മാറി നിൽക്കേണ്ടി വരും. അധികാരത്തിലിരിക്കുന്നവർ മറ്റുള്ളവരാകാം. എങ്ങനെയാണെങ്കിലും നമ്മൾ എവിടെയാണെങ്കിലും ആർക്കാണെങ്കിലും എന്തെങ്കിലും തരത്തിൽ നന്മ ചെയ്യാൻ അവസരമുണ്ടോ? പ്രത്യേകിച്ചും വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ ഈ സമൂഹം ആരംഭിച്ചത് അത് കൾച്ചറൽ അസോസിയേഷൻ ആണ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇത് വിശ്വാസത്തിൻ്റെ കാത്തലിക് അസോസിയേഷൻ തന്നെയാണ്. ഫലത്തിൽ കത്തോലിക്കരുടെ എല്ലാ തരത്തിലുള്ള ആ വിശ്വാസ രീതികളിൽ പഴകി പരിചയിച്ചവരാണ് നമ്മൾ. അപ്പോൾ ഇത് നമ്മുടെ വരും തലമുറയ്ക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതിന് സുസജ്ജമായ ഒരു ടീം ഇപ്പോൾ തന്നെ നമ്മുടെ സമൂഹത്തിൽ നമുക്ക് ലഭ്യമാണ്. അവരുടെ സേവനങ്ങൾ തുടർന്നുകൊണ്ട് പോകാൻ എപ്പോഴും
നിങ്ങളുടെ സപ്പോർട്ട്, പിന്തുണ ഇവിടുത്തെ പ്രാദേശിക സമൂഹത്തിന്, പ്രാദേശിക സഭയ്ക്ക് ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് ഈ നല്ല ദിവസത്തിൻ്റെ, ക്രിസ്മസിൻ്റെ, പുതിയ വർഷത്തിൻ്റെ ഓർമ്മകളിൽ മുന്നോട്ട് പോകുമ്പോൾ ഇതൊക്കെ പഴയ ഓർമ്മകളാക്കി, പഴയ ഏടുകളാക്കി മാറ്റാതെ എന്നും മനസ്സിൽ സൂക്ഷിക്കേണ്ടതായിട്ടുള്ള ഒരു ഉത്തരവാദിത്വ ബോധമാണ് വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ നമുക്കുണ്ടാവേണ്ടത്. അത് കൂടുതലായിട്ട് ഇനി വരും വർഷങ്ങളിൽ വളരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും ഈ സമൂഹത്തിന് എല്ലാ തരത്തിലുള്ള പിന്തുണയും ഈ അവസരത്തിൽ വാഗ്ദാനം ചെയ്യുകയും ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അടുത്തതായി കേക്ക് കട്ടിംഗ് സെറമണിയാണ്. അതിനു മുൻപായി ബാലദീപ്തി കുട്ടികൾ ദയവായി ഈ സ്റ്റേജിൻ്റെ സൈഡിലേക്ക് വരിക. കേക്ക് കട്ടിംഗ് ചെയ്യുന്നതിനായി SMCA ജനറൽ സെക്രട്ടറി ഡെന്നി തോമസ് കഞ്ഞുപറമ്പിൽ, നമ്മുടെ 4 ഏരിയയിൽ നിന്നുള്ള സെക്രട്ടറിമാർ മഹേഷ് ജോർജ് അബാസിയ, ജോബ് ആൻ്റണി സാൽമിയ, ജോർജ് ജോസഫ് ഫഹീൽ, വിപിൻ ജോസഫ് സിറ്റി ഫർവാനിയ എന്നിവരെ ക്ഷണിക്കുന്നു. Sleighing song tonight. Jingle bells, jingle all the way. Oh, what fun it is to ride in a one-horse open sleigh. Jingle bells, jingle all the way. Oh, what fun it is to ride in a one-horse open sleigh. A day or two ago, I thought I'd take a ride, and soon Miss Fanny Bright was seated by my side. The horse was lean and lank, his fortune seemed അടുത്തതായി fraught. ഈ വർഷം തങ്ങളുടെ കുടുംബജീവിതത്തിൻ്റെ 25ാമത് വാർഷികം ആഘോഷിക്കുന്ന SMCA സജീവാംഗങ്ങളുടെ മൊമെൻ്റോ നൽകി ആദരിക്കുന്ന ചടങ്ങാണ്. നമ്മുടെ ഈ ചടങ്ങിൻ്റെ ആദ്യം നമ്മൾ മെമൻ്റോ കൊടുത്ത് ആദരിക്കുന്നത് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട പ്രസിഡന്റ് ശ്രീ ബെന്നിച്ചേട്ടനും അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിക്കുമാണ്. മെമൻ്റോ ഏറ്റുവാങ്ങാനും വേണ്ടി ബെന്നിച്ചേട്ടൻ്റെ സഹധർമ്മിണിയെ ഈ വേദിയിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. മൊമെൻ്റോ കൈമാറുന്നതിനായി പുളിക്കൽ പിതാവിനെ ക്ഷണിക്കുന്നു. മിസ്റ്റർ ആൻഡ് മിസ്സിസ് ബെന്നി പെരിക്കിലാത്ത്, അവർ ഗ്രേറ്റ് പ്രസിഡന്റ്. മിസ്റ്റർ ആൻഡ് മിസ്സിസ് ജോസഫ് തോമസ് മൂക്കൻ തോട്ടത്തിൽ, Mr. and Mrs. James Kutty John Kannitail, Mr. and Mrs. Michael Anthony Paliparambil, മിസ്റ്റർ ആൻഡ് മിസ്സിസ് നോബിൾ കുര്യോക്കോസ് പാനായിൽ, മിസ്റ്റർ ആൻഡ് മിസ്സിസ് ബെന്നി മാത്യു അമ്പലത്തുരുത്തേലി, Mr. and Mrs. Varke John Mallisheri, Mr. and Mrs. Paulos Devasi Varanatu, മിസ്റ്റർ ആൻഡ് മിസ്സിസ് ബെന്നി ജോസഫ് കുറിച്ചിക്കുന്നേൽ, മിസ്റ്റർ ആൻഡ് മിസ്സിസ് ജോസഫ് ബാബു പുതുശ്ശേരി, Mr. and Mrs. George Thomas Kuttanchira, Mr. and Mrs. Binoy Joseph Tevalakara,
Mr. and Mrs. George Joseph Paramballil, Mr. and Mrs. Saju Matthew Moolan, ഏറ്റവും അവസാനമായിട്ട് മെമൻറ്റോ കൊടുക്കുന്നത് ഐസക് വെട്ടിക്കാട്ടിൽ ആൻഡ് ഫാമിലി. ഐസക് ആൻഡ് ഷൈനി, ഇതിനൊരു പ്രത്യേകത കൂടിയുണ്ട്. നമ്മുടെ കാഞ്ഞിരപ്പള്ളി പിതാവിൻ്റെ ഫസ്റ്റ് കസിനാണ് ഷൈനി. പിതാവ് ഓർഡിനേഷൻ നടത്തിയ രണ്ടാമത്തെ ചടങ്ങാണ് അവരുടെ കല്യാണം. ഈ തന്നെ ആഘോഷത്തിൽ നമുക്കെല്ലാവർക്കും നല്ലൊരു കൈയടി അവർക്ക് കൊടുക്കാം. Congratulations to all who have received the mementos, and we wish you all a happy married life. Thank you so much. The next function is releasing of the SMCA souvenir. The media coordinator, Mr. Sijo Matthew, will present the souvenir to His Grace Archbishop Francisco Montecillo Padilla, Apostolic Nuncio to Kuwait, for releasing it later to Mar Jose Pulikal Bishop. അടുത്തതായി SMCA കുവൈറ്റിൻ്റെ യൂത്ത് വിങ് SMYM കുവൈറ്റ് ഒരു ബ്ലഡ് ഡാറ്റാ ബാങ്ക് തുടക്കം കുറിച്ചിരിക്കുന്നു. SMYA പ്രസിഡന്റ് ശ്രീ ജിൻഡോ ചിറ്റൂപ്പറമ്പിൽ SMCA പ്രസിഡന്റ് ശ്രീ ബെന്നി പെരിക്കലത്തിന് നൽകിക്കൊണ്ട് അതിൻ്റെ പ്രകാശനം നിർവഹിക്കുന്നു. Next, we have the felicitation by Mr. Jinto Varghese Chittuparambil, SMYM President. ഏറ്റവും സ്നേഹം നിറഞ്ഞ SMCA പ്രസിഡന്റ് ബെന്നി ജെ പെരിക്കലത്ത്, അഭിവന്ദ്യ ജോസ് പുളിക്കൽ പിതാവേ, അഭിവന്ദ്യ മുണ്ടില പാടില പിതാവേ, SMCയുടെ ശക്തനായ ജനറൽ സെക്രട്ടറി ഡെന്നി കാഞ്ഞിപ്പറമ്പിൽ, ട്രഷറർ മോൻസ് ജോസഫ്, അഭിവന്ദ്യ റവറൻ ഫാദർ മാത്യു സച്ച, SMCയുടെ ബാലദീപ്തി പ്രസിഡന്റ് മാസ്റ്റർ മെൽവിൻ, ഏറ്റവും സ്നേഹം നിറഞ്ഞ SMCA കുടുംബാംഗങ്ങളെ, സഹോദരങ്ങൾ ഏകമനസ്സോടെ ഒരുമിച്ച് വസിക്കുന്നത് എത്ര വിശിഷ്ടവും സന്തോഷപ്രദവുമാണ്. SMCA എന്ന് ക്രിസ്മസ് ന്യൂ ഇയർ നമുക്കായി അണിയിച്ചൊരുക്കുമ്പോൾ ഈ സംഘടനയിലെ അംഗങ്ങളെന്ന നിലയിൽ സംഘടനയുടെ ഭാഗമാകുന്നത് നമുക്ക് അഭിമാനിക്കാം. നമ്മുടെ മാതൃസഭയായ സീറോ മലബാർ സഭയുടെ പാരമ്പര്യങ്ങളും മൂല്യങ്ങളും ഉയർത്തിപ്പിടിച്ച് വളർത്തുവാനും ഈ സംഘടന വഹിച്ച പങ്കു ചെറുതല്ല. എല്ലാ SMCA അംഗങ്ങൾക്കും ആദ്യമേ തന്നെ ഈ സുന്ദര സുദിനത്തിൻ്റെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം നേരുന്നു. സീറോ മലബാർ യൂത്ത് മൂവ്മെൻറ്റ് കുവൈറ്റ് അഥവാ SMYM കുവൈറ്റിനെ പ്രതിനിധീകരിച്ചാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. സീറോ മലബാർ സഭയിൽ ഉൾപ്പെടുന്ന ലോകമെമ്പാടുമുള്ള യുവജനങ്ങളെ ഒരു കുടക്കീഴിൽ അണിനിരത്തി യുവജനങ്ങൾ സഭയ്ക്കും സമൂഹത്തിനും കുടുംബത്തിനും വേണ്ടിയെന്നുള്ള മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച് മാനുഷിക മൂല്യവും ധാർമ്മിക അവബോധവുമുള്ള യുവനിരയെ വാർത്തെടുക്കുക എന്ന സ്വപ്നമാണ് സീറോ മലബാർ സഭ SMYMലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. അത്തരത്തിൽ യുവാക്കൾ തങ്ങളുടെ മാതൃസഭയോട് ചേർന്ന് ചിന്തിക്കുവാനും അവരോട് ചേർന്ന് പ്രവർത്തിക്കുന്നതിനുള്ള അവസരമാണ് SMYM യുവജനങ്ങൾക്കായി തുറന്നു കൊടുക്കുന്നത്.
നമ്മുടെ സഭയുടെ തലവനും പിതാവുമായ കർദിനാൾ മാർ ജോർ ആലഞ്ചേരി രക്ഷാധികാരിയായിട്ടുള്ളതും സഭയിലെ കുവൈറ്റിലെ മിഷൻ സെൻറ്ററുമായ SMCയോട് ചേർന്ന് നിന്നുകൊണ്ടുമാണ് കുവൈറ്റിൽ SMYM പ്രവർത്തിക്കുന്നത്. ഇന്നിവിടെ നാം ക്രിസ്മസ് ന്യൂ ഇയർ പ്രോഗ്രാം ആഘോഷിക്കുമ്പോൾ ഇവിടെ എത്തിയ എല്ലാ SMCA കുടുംബാംഗങ്ങൾക്കും ശാന്തിയും സമാധാനവും നിറഞ്ഞ ക്രിസ്മസിൻ്റെ പുതുവത്സരത്തിൻ്റെയും മംഗളങ്ങൾ SMYM കുവൈറ്റിൻ്റെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും ഞാൻ നേർന്നുകൊള്ളുന്നു. അതോടൊപ്പം ഈ പ്രോഗ്രാം ഏറ്റവും ഭംഗിയായി ആഘോഷിക്കുന്നതിനും ആസ്വദിക്കുന്നതിനും എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. ആശംസ അർപ്പിക്കുന്നതിനായി മിസ്റ്റർ മെൽവിൻ കാലായിൽ ബാലദീപ്തി പ്രസിഡന്റിനെ ക്ഷണിച്ചുകൊള്ളുന്നു. വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന SMCAയുടെ ആരാധനായ പ്രസിഡന്റ് ബെന്നി അങ്കിൾ, ജനറൽ സെക്രട്ടറി ഡെന്നി അങ്കിൾ, ട്രഷറർ ബോൺസ് അങ്കിൾ, SMYM പ്രസിഡന്റ് ജിൻഡു ചേട്ട, അപ്പസ്തോലിക് ന്യൂൻചു ഹിസ് ഗ്രേസ് ആർച്ച് ബിഷപ്പ് ഫ്രാൻസിസ്കോ മോണ്ടിസിലോ പാഡില, ഫാദർ മാത്യു വികാർ ജനറൽ ആൻഡ് സീറോ മലബാർ കോർഡിനേറ്റർ, കാഞ്ഞിരപ്പള്ളി സീറോ മലബാർ രൂപതയുടെ സഹായ മെത്രാൻ അഭിമന്യ മാർ ജോസ് പുളിക്കൽ പിതാവേ, വേദിയിലും സദസ്സിലുമുള്ള മറ്റ് വിശിഷ്ട വ്യക്തികളെ, സ്നേഹമുള്ള SMCA കുടുംബാംഗങ്ങളെ, നവോന്മേഷത്തോടെ ഒരു പുതുവർഷം കൂടി നാം വരവേറ്റു. നേരിലൂടെ നടക്കുന്നവർക്ക് ഒരു നന്മയും മുടക്കാത്ത ദൈവം നമ്മെ നയിക്കുന്നു. SMCA കുവൈറ്റ് അതിൻ്റെ 22ാം വർഷത്തിലൂടെ കടന്നു പോകുമ്പോൾ SMCA ബാലദീപ്തിയുടെ ഭാഗമായി ഒപ്പം ചേരാൻ സാധിച്ചതിൽ ദൈവത്തിനും ഇതിൻ്റെ ഭാരവാഹികളോടും നന്ദി അർപ്പിക്കട്ടെ. ഇന്ന് ജനുവരി 6 നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ ദനഹാ തിരുനാൾ. ഈശോ യോർദാനിൽ അവസാന പ്രവാചകനായ യോഹന്നാൻ മംദാനയിൽ നിന്നും ജ്ഞാനസ്നാനം ഏറ്റതിൻ്റെ ഓർമ്മ ആചരിക്കുന്ന ഈ തിരുനാൾ രാക്കുലി പെരുന്നാൾ, പെണ്ടിക്കുത്തി പെരുന്നാൾ, 13ാം പെരുന്നാൾ എന്ന ഈ പേരുകളിലും അറിയപ്പെടുന്നു. ദനഹാ തിരുനാൾ സീറോ മലബാർ സഭയിൽ കടമുള്ള ദിവസമാണ്. ആയതിനാൽ നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ ദനഹാ തിരുനാൾ മംഗളങ്ങൾ നിങ്ങൾക്കേവർക്കും ആദ്യമേ തന്നെ ഞാൻ നേരുകയാണ്. കുറച്ചു കാലം മുമ്പ് സൺഡേ ദീപികയിൽ വന്ന 2 അഭിമുഖങ്ങൾ വളരെ ശ്രദ്ധേയമാണ്. ഒന്നാമത് സ്ഥാനത്യാഗം ചെയ്ത നമ്മുടെ മാർപ്പാപ്പ ബെനഡിക്ട് 16ാമിൻ്റെ സഹോദരൻ മോൺസിഗ്ന്യൂർ ജോർജുമായിട്ടുള്ളതായിരുന്നു. അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു: ഞങ്ങളുടെ ദൈവവിളിക്കും ജീവിത വിശുദ്ധിക്കും കാരണം ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നും കിട്ടിയ നല്ല പരിശീലനം ആയിരുന്നു. കാരണം ഞങ്ങളുടെ കുടുംബം തിരുക്കുടുംബത്തിന് സമാനമായിരുന്നു. അതേ പേപ്പറിലെ 2ാമത്തെ അഭിമുഖം പ്രശസ്ത പോപ്പ് ഗായകനായ മൈക്കിൾ ജാക്സന്റെ ജീവിത കഥയെക്കുറിച്ചുള്ളതായിരുന്നു. അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു: എൻ്റെ കുടുംബം തകർന്നു പോയത്, എൻ്റെ ജീവിതത്തിലെ പാളിച്ചകൾ, ഇവയ്ക്കൊക്കെ കാരണം എൻ്റെ ചെറുപ്പകാലത്ത് എനിക്ക് എൻ്റെ കുടുംബത്തിൽ നിന്നും കിട്ടിയ തിക്താനുഭവങ്ങളായിരുന്നു. എൻ്റെ കുടുംബം ഒരു നരകമായിരുന്നു. പ്രിയമുള്ളവരെ, സ്നേഹത്തിൽ മുട്ടിട്ട്, സ്നേഹത്തിൽ പന്തലിച്ച്, സ്നേഹത്തിൽ പുഷ്പിക്കുന്ന സ്നേഹത്തിൻ്റെ ശ്രീകോവിലാണ് കുടുംബം. 2ാം വത്തിക്കാൻ കൗൺസിൽ കുടുംബത്തിനെ വിശേഷിപ്പിക്കുന്നത് വിശ്വാസ പരിശീലന കളരി എന്നാണ്. കുട്ടികളെ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും സംപ്രീതിയിൽ വളർത്തിക്കൊണ്ടുവരുന്ന പ്രക്രിയയാണ് വിശ്വാസ പരിശീലനം കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. ഈ വളർച്ചയ്ക്ക് കുടുംബത്തെ സഹായിക്കുന്ന ഒരു സംവിധാനമാണ് ബാലദീപ്തി എന്ന സംഘടന. ദൈവത്തിനും വചനത്തിനും മാതാപിതാക്കൾക്കും നിയമങ്ങൾക്കും അച്ചടക്ക ശൈലികൾക്കും വിധേയപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ കുട്ടികളായ ഞങ്ങളെ പ്രാപ്തരാക്കുന്നതാണ് ഈ കൂട്ടായ്മ. മത്സരത്തിൻ്റെ ഈ ലോകത്ത് സ്വാർത്ഥ താല്പര്യങ്ങൾക്കായി നെട്ടോട്ടം ഓടാതെ വിനയത്തോടും എളിമയോടും പുതിയ മനുഷ്യരാകുവാൻ ആണ് ബാലദീപ്തി ആഹ്വാനം ചെയ്യുന്നത്. വെല്ലുവിളികൾ നിറഞ്ഞ ഈ നവയുഗത്തിൽ ദൈവവിളികൾക്ക് ശരിയായ വിധത്തിൽ പ്രത്യുത്തരം നൽകുവാൻ കുട്ടികളായ നമ്മൾക്ക് പ്രാപ്തരാകണം. ആയതിനാൽ മാതൃസംഘടനയായ
SMCA ഇപ്പോൾ ഞങ്ങൾക്ക് നൽകുന്ന പ്രോത്സാഹനങ്ങൾക്ക് നന്ദി അറിയിക്കുന്നതോടൊപ്പം ഭാവിയിൽ കൂടുതൽ സേവന മനോഭാവമുള്ള കർത്തവ്യനിരതരായ നിരവധി പ്രേക്ഷിതരെ സഭയ്ക്കും സമൂഹത്തിനും ലഭ്യമാക്കാൻ വിധത്തിലുള്ള കൂടുതൽ മേഖലകൾ ഞങ്ങൾക്കായി ഒരുക്കിത്തരണം എന്നും അഭ്യർത്ഥിക്കുന്നു. ഈ അവസരത്തിൽ ബാലദീപ്തിയുടെ പ്രഥമ പ്രസിഡന്റും ഇപ്പോൾ ഈശോ സഭയിൽ വൈദിക പരിശീലനം നേടുന്ന കെൻസി ജോസഫ് മാമൂഡിനെയും മുൻ ബാലദീപ്തി അംഗവും അങ്കമാലി സെയിൻറ്റ് ജോസഫ് പ്രൊവിൻഷ്യൽ ഹൗസ് കോൺഗ്രിഗേഷൻ ഓഫ് സിസ്റ്റേഴ്സ് ഓഫ് നാസറത്തിൽ സന്യാസിനിയുമായ സിസ്റ്റർ മേരി മേനാച്ചിരി എന്നിവരെ സ്നേഹപൂർവ്വം സ്മരിക്കുന്നു. വിശുദ്ധി എന്നത് അസാധാരണ കാര്യങ്ങൾ ചെയ്തതിനല്ല, മറിച്ച് സാധാരണ കാര്യങ്ങൾ അസാധാരണ ചൈതന്യത്തോടെ ചെയ്തതിലാണ്. മാതൃ സംഘടനയായ SMCAയുടെ ഭാവി പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ മംഗളങ്ങളും പ്രാർത്ഥനകളും നേരുന്നു. മനുഷ്യർ നിങ്ങളുടെ സൽപ്രവൃത്തികൾ കണ്ട് നിങ്ങളുടെ സ്വഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. ഈ വചനഭാഗം ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. വിഷിംഗ് യു ആൾ എ മെറി ക്രിസ്മസ് ആൻഡ് എ ഹാപ്പി ന്യൂ ഇയർ. Thank you so much, Mr. Melvin. Next, we have the memento presentation. May I request the SMCA President, Mr. Benny Perikalathu, to present the memento to Bishop Mar Joseph Pulikal. നമ്മുടെ SMCയുടെ സ്നേഹോപകാരം നമ്മുടെ കാഞ്ഞിരപ്പള്ളി പിതാവ് ജോസ് പുളിക്കൽ പിതാവിന് നൽകിയാണ്. ഇത് മെമൻറ്റോയിൽ എഴുതിയിരിക്കുന്ന വേർഡിങ്സ് ഒന്ന് വായിക്കുവാണ്. Presented with prayerful greetings to Mar Joseph Pulikal, Auxiliary Bishop of Kajirapalli, to make the blessed moments His Lordship spent in Kuwait in connection with Christmas and New Year celebrations. Syro Malabar Cultural Association, Kuwait, date 6th January 2017. Next, Mr. Benny Perikalathu will present the memento to His Grace Archbishop Francisco Montecillo Padilla. അതിലെ വേർഡിങ്സ് ഒന്ന് വായിക്കുവാണ്. Presented with the prayerful greetings to His Grace Archbishop Francisco Montecillo Padilla, Apostolic Nuncio to Kuwait and Apostolic Delegate to the Arabian Peninsula, to make the blessed moments His Lordship spent in Kuwait in connection with Christmas and New Year celebrations. Syro Malabar Cultural Association, Kuwait, December 6, 2017. അടുത്തത് നമ്മുടെ സീറോ മലബാർ വിശ്വാസികളുടെ നമ്മുടെ SMCയുടെ ഒരു മെമ്മോറാണ്ടം നമ്മുടെ ന്യൂനുഷോയ്ക്കും അതോടൊപ്പം നമ്മുടെ ജോസ് പിതാവിനും കൊടുക്കുകയാണ്. അതിലെ കാര്യങ്ങൾ വേറൊന്നുമല്ല, സമയക്കുറവുകൊണ്ട് ഞാൻ വായിക്കുന്നില്ല, അതിൻ്റെ ചുരുക്കം മാത്രം പറയുകയാണ്. ഏകദേശം 6 മാസങ്ങൾക്ക് മുമ്പ് യമനിൽ ഭീകരർ തട്ടിക്കൊണ്ടുപോയ ടോം ഉഴുന്നാലിൽ പിതാവിൻ്റെ മോചനത്തിന് എത്രയും പെട്ടെന്ന് നടപടി ഉണ്ടാകുവാൻ വേണ്ടി ഇപ്പം നമ്മുടെ സിനഡിൽ നടക്കാൻ പോവുകയാണ്. ആ സിനഡിലും വത്തിക്കാൻ എംബസി മുഖേന ലോകത്തിൻ്റെ എല്ലാ മാധ്യമങ്ങളിലും നടപടികൾ ഉണ്ടാകണം. അതിനുള്ള നടപടികൾ യാചിച്ചുകൊണ്ട് SMCA കുവൈറ്റ് നൽകുന്ന ഒരു മെമ്മോറാണ്ടം നമ്മുടെ ജോസ് പുളിക്കൽ പിതാവിനും അതുപോലെ നുൻഷോയ്ക്കും കൈമാറുകയാണ്. ഇത് കൊടുക്കുവാൻ വേണ്ടി SMCയുടെ പ്രസിഡന്റ് ശ്രീ ബെന്നി ചേട്ടനെ ക്ഷണിക്കുന്നു. അടുത്തതായി കുവൈറ്റിലെ പ്രമുഖ ചിത്രകാരൻ ജോൺ ആർട്സ് തൻ്റെ 595ാമത്തെ കാരിക്കേച്ചർ അഭിവന്യ മാർ ജോസ് പുളിക്കൽ പിതാവിന് സമ്മാനിക്കുന്ന ചടങ്ങാണ്. അദ്ദേഹം നമ്മുടെ SMCയുടെ മെമ്പറാണ്. അതുപോലെ സമയക്കുറവുകൊണ്ട് ഞാൻ എല്ലാം വായിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ ലിംഗോ ബുക്ക് ഓഫ് റെക്കോർഡിൽ സ്ഥാനമുണ്ട്. അതുപോലെ URE വേൾഡ് റെക്കോർഡ് ഓഫ് യൂണിയൻ, യൂണിവേഴ്സിറ്റി ഓഫ് റെക്കോർഡ് എന്നീ ഒത്തിരി റെക്കോർഡുകൾ കിട്ടിയിട്ടുള്ള വ്യക്തിയാണ്. അമേരിക്കയുടെ ഇൻ്റർനാഷണൽ സൊസൈറ്റി ഓഫ് കാരിക്കേച്ചർ ആർട്ടിസ്റ്റ് ഏക ഡോക്ടറേറ്റുള്ള നമ്മുടെ ഡോക്ടർ ജോൺ ആർട്സ് കലാഭവൻ്റെ 595ാമത്തെ കാരിക്കേച്ചർ ഏറ്റുവാങ്ങുവാൻ കാഞ്ഞിരപ്പള്ളി രൂപത സഹായമെത്രാൻ അഭിവന്ദമാർ ജോസഫ് പുളിക്കൽ പിതാവിനെയും അതോടൊപ്പം ജോൺ ആർട്സിനെ സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു.
അടുത്തത് നമ്മുടെ സ്പോൺസേഴ്സിനുള്ള മെമൻറ്റോ വിതരണമാണ്. ആദ്യമായിട്ട് നമ്മുടെ ട്രാവൽ പാർട്ണറായിട്ട് നമുക്ക് സഹായങ്ങൾ ചെയ്തു തന്ന എറ്റേണിറ്റി ട്രാവൽസിൻ്റെ ഉടമ മിസ്റ്റർ ഷെരീഫ് മുഹമ്മദ് രഞ്ജിത്തിനെ സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. മൊമെൻറ്റോ നൽകുവാൻ വേണ്ടി SMCയുടെ വൈസ് പ്രസിഡന്റ് ശ്രീ സോണി മോനെ സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അടുത്തത് കൂൾപെക്സിനുള്ള മൊമെൻറ്റോ വിതരണമാണ്. അത് നൽകുവാൻ വേണ്ടി SMCയുടെ ജോയിൻറ്റ് സെക്രട്ടറി ശ്രീ ജോബിയെ സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. കൂൾപെക്സിൻ്റെ അടുത്തത് ജോയി ആലുക്കാസിൻ്റെ മൊമെൻറ്റോ വിതരണമാണ്. ജോയി ആലുക്കാസിൻ്റെ കൺട്രി ഹെഡ് ശ്രീ ജെയ്ക്കോയെ സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അതിൻ്റെ മൊമെൻറ്റോ നൽകുവാൻ വേണ്ടി SMCയുടെ ജോയിൻറ്റ് സെക്രട്ടറി ശ്രീ ജോബിയെ ക്ഷണിക്കുന്നു. ആയുർവേദയുടെ ഓണർ മിസ്റ്റർ ജെയിംസും ഇത് മൊമെൻറ്റോ കൊടുക്കാൻ വേണ്ടി SMCയുടെ ജോയിൻറ്റ് ട്രഷറർ ശ്രീ ജോർജിനെ ക്ഷണിക്കുന്നു. ജോർജില്ല. ഓക്കെ, SMCയുടെ ഓക്കെ, താങ്ക് യു. വോട്ട് ഓഫ് താങ്ക്സിനായി മിസ്റ്റർ മോൻസ് ജോസഫ് കല്ലുകുളം SMCA ട്രഷറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. എത്രയും സ്നേഹം നിറഞ്ഞ SMCA പ്രസിഡന്റ് ബെന്നിച്ചേട്ട, ജനറൽ സെക്രട്ടറി ഡെന്നി കാഞ്ഞിപ്പറമ്പിൽ, ചീഫ് ഗസ്റ്റായി ഇവിടെ എത്തിയ കാഞ്ഞിരപ്പള്ളി പിതാവ് പുളിക്ക